വികാരങ്ങളെയും എൻ്റെ വിചാരങ്ങളെയും നന്നായി അറിയുന്നവനാണ് എൻ്റെ കർത്താവ് എന്നുള്ളത് ഈ രാത്രി നാം മറക്കല്ലേ. അല്ലെങ്കിൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ഗ്ലോറി ലോർഡ്, ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കുന്ന വാക്കുകളുണ്ട്, എൻ്റെ വാക്കുകൾ കൊണ്ട്, എൻ്റെ വൊക്കാബുലറി കൊണ്ട് എനിക്ക് നിർത്തുവാൻ കഴിയുന്നതുണ്ട്, ഞാൻ പറഞ്ഞു നിർത്തുവാൻ കഴിയുന്ന തലങ്ങളുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കുന്നതിനപ്പുറം, ഞാൻ നനച്ചു കൂട്ടുന്നതിനപ്പുറം ദൈവത്തിന് സ്തോത്രം, എന്നെ കരുതാൻ, എന്നെ പുലർത്താൻ എൻ്റെ ദൈവം പ്രാപ്തനാണെന്നുള്ളത് ഈ ഒക്ടോബർ മാസം 1-ാം തീയതി ദൈവത്തിന്റെ ജനം അറിയട്ടെ. ഗ്ലോറി ലോർഡ്, ഹല്ലേലൂയ. തക്ക സമയത്ത് തീനെത്തിച്ചു കൊടുക്കുന്നവനാണ് എൻ്റെ കർത്താവ്. ഈ രാത്രി ദൈവത്തെ ഹല്ലേലൂയ സ്തുതിക്കുകയാ. ലവ്യാതാന്റെ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, തലയെ തകർത്ത് ഇസ്രായേൽ ജനത്തെ പോഷിപ്പിക്കാൻ എൻ്റെ ദൈവത്തിനറിയാം. ഗ്ലോറി ലോർഡ്, കാടപ്പക്ഷി എത്തേണ്ട സ്ഥലമല്ല മരുഭൂമി, അത് പച്ചിപ്പുള്ള ദേശത്ത് നിൽക്കുന്നതാ. പക്ഷേ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഗ്ലോറി ലോർഡ് മനസ്സിലാകുന്നു, ഈ പക്ഷിയെ ഹല്ലേലൂയ പറത്തിക്കൊണ്ട് എവിടെ എത്തിക്കുകയാ? മരുഭൂമിയിൽ കൊണ്ടെത്തിക്കുക. മരുഭൂമിയിൽ കൊണ്ടെത്തിക്കുക മാത്രമാണോ? ഇവർക്ക് കയ്യെത്തും ദൂരത്ത് ഇതിനെ കൊണ്ട് താഴ്ത്തി നിർത്തുകയാ. ദൈവത്തിന് സ്തോത്രം, മനസ്സിലാക്കണമേ. ഹല്ലേലൂയ, ഇത്രയും വരുന്ന ജനസമൂഹത്തിന് ഹല്ലേലൂയ ലവ്യാതാന്റെ തലയെ തകർത്ത് ഒരു കുടുംബത്തിന് ഇന്നിരിക്കട്ടെ നാളെ മറ്റേ കുടുംബത്തിന് കൊടുക്കാൻ, നോ, അതല്ല. 10 കുടുംബങ്ങൾക്ക് ഇന്നിരിക്കട്ടെ 100 കുടുംബത്തിന് നാളെ കൊടുക്കാം, അല്ല. ദൈവത്തിന് സ്തോത്രം, എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ വ്യക്തി ജീവിതങ്ങൾക്കും വേണ്ടി ആ കാടയെ എൻ്റെ ദൈവം ഹല്ലേലൂയ കരുതി കൊടുത്തെങ്കിൽ ഈ രാത്രി ആത്മാവ് നമ്മളോട് സംസാരിക്കുക. നമ്മൾ വഴിയിൽ പട്ടുപോകാതെ നമ്മളെ നടത്തുവാൻ എൻ്റെ ദൈവം പ്രാപ്തനല്ലേ? യെസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മളോട് ഹല്ലേലൂയ നടക്കുവാൻ, ഇറങ്ങിത്തിരിക്കാൻ എൻ്റെ ദൈവം അല്ലേ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ ഈ രാത്രി വിശ്വസിക്കുക, ദൈവത്തിന് സ്തോത്രം, എന്നെ നടത്തുവാനും എന്നെ പുലർത്തുവാനും എൻ്റെ ദൈവം പ്രാപ്തന. ഗ്ലോറി ലോർഡ്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. നോക്കിക്കേ ദൈവമക്കളെ, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. ഹല്ലേലൂയ. ബാലസിംഹം ഇര കിട്ടാതെ വിശന്നിരുന്നാലും എന്താ ഈ ബാലസിംഹത്തോട് ചേർത്ത് പറയുന്നത്? ബാലസിംഹം ഇര കിട്ടാതെ ഹല്ലേലൂയ മടങ്ങി തന്നെ മാളത്തിൽ കയറത്തില്ല, അത് മറഞ്ഞു ഹല്ലേലൂയ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം, ഇരയെ തേടി പിടിക്കുന്നിടം വരെ ഹല്ലേലൂയ അത് നോക്കി ഹല്ലേലൂയ നിൽക്കുകയാ. മനസ്സിലാകുന്നു. പക്ഷേ വചനം പറയുന്നു, അതിനെര കിട്ടിയില്ലേലും ഗ്ലോറില, ദൈവത്തിന് സ്തോത്രം, നിന്നെ നടത്തുവാൻ, നിന്നെ പുലർത്തുവാൻ, എന്നെയും നിന്നെയും പരിപാലിക്കാൻ എൻ്റെ ദൈവം പ്രാപ്തന. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി ഒന്ന് വിശ്വസിക്കാമോ? എൻ്റെ അപ്പച്ചൻ എനിക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യാൻ എൻ്റെ കർത്താവ് പ്രാപ്തനാണെന്നുള്ളത് ഈ രാത്രി നാം വിശ്വസിക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം നമുക്ക് വേണ്ടി ഈ വർഷം ചലിക്കും. ഈ മാസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നാം കാണും. ഹല്ലേലൂയ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിനു നീ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. കരുതലിന്റെ അനുഭവങ്ങൾ പറഞ്ഞാൽ ഏറെ പറഞ്ഞാൽ വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എണ്ണി തീർത്തിടാമോ അവൻ ചെയ്തത്. ഗ്ലോറി ലോർഡ്, ഈ രാത്രി നോക്കണേ, എന്റെ കർത്താവ് നടത്തിയ വഴികൾ എനിക്ക് തോന്നുന്നു ഇതിന്റെ അകത്ത് പലവട്ടമെങ്കിലും ദൈവത്തിന് സ്തോത്രമാകട്ടെ, ഒരു പ്രാവശ്യമെങ്കിലും ഹല്ലേലൂയ എന്റെ ടെസ്റ്റിമണികൾ, എന്നെ കർത്താവ് നടത്തിയ വഴികൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുവാൻ സമയമെടുക്കുന്നില്ല. എല്ലാ തലങ്ങളിലും നമുക്ക് വേണ്ടി കരുതുവാൻ എൻ്റെ കർത്താവ് ശക്തനാണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാ. നമ്മെ കൈവിടാത്തവൻ, നമ്മെ താങ്ങുന്നവൻ, നമ്മെ പുലർത്തുന്നവൻ, ദൈവത്തിന് സ്തോത്രം, വഴി ഇതാകുന്നു എന്ന് പറഞ്ഞ് നമ്മെ നടത്തുന്ന സർവശക്തനായ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഈ രാത്രി നമ്മൾക്കായിരിക്കാം. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച സന്ദേശത്തിലേക്ക് ഹല്ലേലൂയ നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാനായിട്ട് ആത്മാവിൽ ഞാൻ ശരണപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ആത്മാവിൽ ഞാൻ ശരണപ്പെടുന്നത്. തക്ക സമയത്ത് തന്നെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം എന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 22-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്ന് നിൽക്കുന്നതെന്ത്? എൻ്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിലും നീ ഉത്തരമരുളുന്നില്ല. രാത്രി സമയത്തും ഞാൻ വിളിക്കുന്നു, എനിക്ക് ഒട്ടും മൗനതയില്ല. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്കൽ ആശ്രയിച്ചു, അവരെ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. നോക്കിക്കേ, നാം ഈ ഭാഗം
സാധാരണയായി വായിക്കുന്നത് തിരുവത്താഴ ശുശ്രൂഷയോടൊക്കെയുള്ള ബന്ധത്തിൽ ഇതൊരു മശിഹായിക സങ്കീർത്തനമാകയാൽ ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ഹല്ലേലൂയ ക്രൂശ് മരണത്തെ ധ്യാനിക്കുന്ന സമയം നാം ഈ ഭാഗം ഉദ്ധരിക്കാറുണ്ട്, നാം വായിക്കാറുണ്ട്, നാം പ്രാർത്ഥിക്കാറുണ്ട്. ഗ്ലോറി ലോർഡ്. ആകട്ടെ, ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവിനെ ഏൽപ്പിച്ച സന്ദേശത്തിലേക്ക് കയറി വരുവാൻ താല്പര്യപ്പെടുകയാണ്. നാം വായിച്ചു പോകുമ്പോൾ നമ്മൾ വായിക്കുന്നത്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്. ഹല്ലേലൂയ. ഒന്ന് നിർത്തി വായിച്ചാലോ? ദൈവത്തിന് സ്തോത്രം. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. ഗ്ലോറി ലോർഡ്. എന്റെ ദൈവമേ എന്ന വിളി എപ്പോഴാ വരുന്നത്? നമ്മുടെ വേദനയുടെ ആഴങ്ങളിൽ നിന്ന് വിളിക്കുക. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. ഗ്ലോറി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്. എന്താ ഈ ഞരക്കത്തിന്റെ വാക്ക്? ദൈവത്തിന് സ്തോത്രം. നമുക്ക് സങ്കടങ്ങൾ നിറയുമ്പോ, നമുക്ക് വേദനകൾ നിറയുമ്പോ ചില സമയങ്ങളിൽ നമുക്ക് വാക്കുകൾ കിട്ടും. പക്ഷെ ചില സമയങ്ങളിൽ വാക്കുകൾ കിട്ടാതെ വാക്കുകൾ പരതി ദൈവത്തിന് സ്തോത്രം ഞരങ്ങുന്ന ഒരു അനുഭവമുണ്ട്. ഈ ഞരക്കം എന്താണ് എന്നുള്ളത് ഹല്ലേലൂയ ആളുകളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എന്റെ ഭർത്താവ് എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എന്റെ ഭാര്യ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഹല്ലേലൂയ എന്റെ കൂട്ട സഹോദരൻ, എന്റെ ഹല്ലേലൂയ മക്കൾ എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എന്റെ നൊമ്പരമൊന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി മനസ്സിലാകുന്നു, എന്റെ വേദന, യോബിന്റെ ഭാഷയിൽ എന്റെ വേദന അങ്ങൊന്ന് തൂക്കി നോക്കിയിരുന്നെങ്കിൽ. ഗ്ലോറി ലോർഡ്. ഈ രാത്രി ആത്മാവ് പറയുകയാണ്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. ഗ്ലോറി ലോർഡ്. എപ്പോഴാ ഈ കൈവിട്ടെന്ന് തോന്നുന്നത്? ഗ്ലോറി ലോർഡ്. സാഹചര്യങ്ങൾ മുഴുവൻ തിരിഞ്ഞ് അല്ല ഇനിയും ഒരു രക്ഷയില്ല എന്ന് തോന്നുന്ന ഒരു നിമിഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഷാനി മൊക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ പ്രിയ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസിയിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട തലങ്ങളിൽ ഹല്ലേലൂയ പാട്ടുകൾ കേൾക്കുവാനും ഹല്ലേലൂയ കൂടെ പാടുവാനും ഒക്കെ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം. എന്റെ ദൈവം നമ്മളെ കൈവിടുന്ന ദൈവമല്ല. നോക്കിക്കേ, നാം എപ്പോഴാ പറയുന്നത്, കർത്താവേ അങ്ങനെ കൈവിട്ടോ, അങ്ങനെ കൈവിട്ടോ? എപ്പോഴാ തോന്നുന്നത്? നാം പ്രതീക്ഷിച്ച വെച്ചവർ, നമ്മൾ പ്രതീക്ഷ വെച്ചവർ നമ്മൾക്ക് സഹായത്തിനായി അവർ എഴുന്നേൽക്കാതെ വരുമ്പോൾ. ഗ്ലോറി ലോർഡ്. നമ്മൾ പ്രതീക്ഷിച്ച നന്മകളോ, നമ്മൾ പ്രതീക്ഷിച്ച സമ്പത്തോ, നമ്മൾ പ്രതീക്ഷിച്ചവരോ, നമ്മൾ സ്നേഹിച്ചവരോ ആരും തന്നെ നമ്മുടെ കൂടെ നിൽക്കാതെ അവർ മാറുമ്പോ ദൈവത്തിന് സ്തോത്രം. അപ്പാ, അങ്ങും എന്നെ കൈവിട്ടോ, അങ്ങും എന്നെ വിടുവിക്കേലേ, അങ്ങും എന്നെ മറന്നുപോയോ എന്നിങ്ങനെ നമ്മളിൽ പലരും ചോദിച്ചവരാ. ഗ്ലോറി ലോർഡ്. യേശു കർത്താവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന സങ്കീർത്തനമാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ ആദ്യമേ ഹല്ലേലൂയ ചില വാചകങ്ങളിൽ ഈ ഭാഗം കർത്താവുമായി ചേർന്ന് ഒന്ന് പഠിക്കുവാനായിട്ട് പോകുകയാണ്. നോക്കിക്കേ ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രി നമ്മളോട് സംസാരിക്കുന്നു. യേശു കർത്താവ് പറയുന്നില്ലേ, എലി എലി ലമ്മാ ശബത്കാനി. ഹല്ലേലൂയ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. ഗ്ലോറി ലോർഡ്. ഈ രാത്രി നോക്കണമേ, എന്റെ യേശു കർത്താവ് സ്വർഗത്തിലെ സകല മഹിമകളെയും വെടിഞ്ഞ്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ മഹത്വവും വെടിഞ്ഞ് താണ ലോകത്തിലേക്ക് എന്റെ കർത്താവ് ഇറങ്ങി വരികയാ. ഇറങ്ങി വരുന്ന കർത്താവിനറിയാം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ടാണ് എന്റെ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. മനസ്സിലാകുന്നു? എന്റെ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിക്കുവാൻ, അവസാനത്തോളം അനുസരണമുള്ളവനായി തീരുവാൻ എന്റെ കർത്താവ് തീരുമാനിച്ചതാ. എന്റെ കർത്താവിന്റെ മേലുള്ള ഹല്ലേലൂയ ദൗത്യം അതായിരുന്നു. ഹല്ലേലൂയ. എന്റെ പിതാവായ ദൈവത്തെ അനുസരണത്തോടെ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തെടുക്കാൻ ഹല്ലേലൂയ പുത്രനായ തമ്പുരാൻ ജഡത്തിൽ ഹല്ലേലൂയ ജഡത്തിന്റെ ഹല്ലേലൂയ സാദൃശ്യത്തിൽ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലായിരിക്കുവാൻ എന്റെ കർത്താവ് ഇടയായി. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി നോക്കിക്കോണേ. അപ്പൊ യേശു കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ യേശു കർത്താവിന് ശിഷ്യന്മാരുണ്ട്. യേശു കർത്താവിനെ പിന്തുടരുന്ന പിഞ്ചെല്ലുന്ന പുരുഷാരമുണ്ട്. വിടുതൽ കണ്ടവരുണ്ട്, സൗഖ്യം കണ്ടവരുണ്ട്, അത്ഭുതങ്ങൾ കണ്ടവരുണ്ട്, മരിച്ചവർ എഴുന്നേറ്റതുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷപാതക്കാർ സൗഖ്യമായതുണ്ട്, കാഴ്ച പ്രാപിച്ചവരുണ്ട്, ചെകിടരി കേട്ടിട്ടുണ്ട് എന്ന് വേണ്ട ഹല്ലേലൂയ വിടുതലിന്റെ വലിയ 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 ഹല്ലേലൂയ സാക്ഷ്യങ്ങൾ അവിടെ പറയാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ നോക്കിക്കേ, ബറബാസിനെ വിട്ടുതരാം ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ ബറബാസിനെ വേണ്ട. ഗ്ലോറി. ഹല്ലേലൂയ. ബറബാസിനെ വിട്ടുക, ഹല്ലേലൂയ യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കുക എന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ബറബാസിനെ വിട്ടുതരിക, യേശുവിനെ, എന്റെ വാക്കുകൾ ഹല്ലേലൂയ ഒരു ചെറിയ മിസ്റ്റേക്കില്ല ഞാൻ ഇവിടെ പറഞ്ഞത്, ബറബാസിനെ വിട്ടുതരിക എന്നല്ല. ഗ്ലോറി ലോർഡ്. ശിഷ്യൻ അവിടെ
അവിടെ നിൽക്കുന്ന പുരുഷാരം പറയുകയാണ്, ബറബാസിനെ ഞങ്ങൾക്ക് വിട്ടുതാ. ഗ്ലോറി ലോർഡ്. യേശുവിനെ ക്രൂശിക്കാൻ വിട്ടു. ഗ്ലോറി ലോർഡ്. ആരായിരുന്നു ബറബാസ്? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പാതകങ്ങൾ ചെയ്ത്, ഹല്ലേലൂയ, തെറ്റുകൾ ചെയ്ത് ഈ മനുഷ്യനെ ഞങ്ങൾ ഏറ്റെടുത്തോളാം, നോ പ്രോബ്ലം. പക്ഷേ ഞങ്ങൾക്ക് ഈ കർത്താവിനെ വേണ്ട, കർത്താവിനെ ക്രൂശിക്കാൻ വിട്. എന്നിട്ട് ഈ ഹല്ലേലൂയ ബറബാസിനെ ഞങ്ങൾക്ക് വിട്ടു തന്നു, ഞങ്ങൾ ഓക്കെയാ എന്ന് പറഞ്ഞാൽ ഈ രാത്രി ഞാൻ ഇങ്ങനെ പറയാം കേട്ടോ, ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്ന് ഹല്ലേലൂയ, അവിടെ ഹല്ലേലൂയ യേശു കർത്താവിനെ സൗഖ്യമായവർ, യേശു കർത്താവിന്റെ വിടുതലുകൾ അനുഭവിച്ചവർ മുഴുവൻ ഹല്ലേലൂയ മൗനമായി നിന്നിട്ടുണ്ടാകും അല്ലേ? ഒരാൾ പോലും അവിടെ പറയാനില്ല, വേണ്ട വേണ്ട വേണ്ട, ബറബാസിനെ വേണ്ട, യേശുവിനെ ഞങ്ങൾക്ക് വിട്ടു തന്നാ മതി. ഗ്ലോറി ലോർഡ്. യേശു ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ. ബറബാസിനെ എന്താണോ ശിക്ഷാവിധി കൊടുക്കേണ്ടത്, എന്ത് പണിഷ്മെന്റ് ആണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത്, അത് ബറബാസിന് ചെയ്തു കൊള്ളുക. പക്ഷെ ഞങ്ങളുടെ യേശുവിനെ ഞങ്ങൾക്ക് വിട്ടുതരുവാൻ പറഞ്ഞ ഒറ്റ കുഞ്ഞോടില്ല. ഗ്ലോറി ലോർഡ്. ഈ രാത്രി മനസ്സിലാകുന്നു, യേശുവിനെ ഹല്ലേലൂയ കൂടെ നിന്നവർ, ദൈവത്തിന് സ്തോത്രം. പത്രോസാകട്ടെ വിളിച്ചു പറയുക, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പ്രാഗി പറയുന്നു. സൗഖ്യം കണ്ടില്ലേ പത്രോസേ? വിടുതൽ കണ്ടില്ലേ? നിന്റെ അമ്മാവിയമ്മ എഴുന്നേറ്റില്ലേ? നിനക്ക് ടാക്സ് കൊടുക്കുവാൻ പൈസ എവിടെ നിന്നായിരുന്നു? ഗ്ലോറി ലോർഡ്. നിന്നെ ഹല്ലേലൂയ മറുരൂപ മലയിൽ കയറ്റിയില്ലേ? ഹല്ലേലൂയ മരിച്ചവർ ഉയർക്കുന്ന നീ കണ്ടില്ലേ? കർത്താവ് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ലേ? പക്ഷേ ദൈവത്തിന് സ്തോത്രം, അവസാന നിമിഷങ്ങളിൽ ഹല്ലേലൂയ പത്രോസാകട്ടെ ആരും തന്നെ കർത്താവിന്റെ കൂടെ നിൽക്കാനില്ല. ഹല്ലേലൂയ. ഈ രാത്രി മനസ്സിലാകുന്നു, എല്ലാവരും കർത്താവിനെ പിടിച്ചു എന്ന് കാണുമ്പോൾ ശിഷ്യന്മാർ എല്ലാവരും ഓടി മാറുകയാ. ആരും തന്നെ അവിടെ ഇല്ല. അകത്ത് വന്ന് ക്രൂശിക്കാനായിട്ട് ഏൽപ്പിക്കുമ്പോൾ എന്റെ കർത്താവിനെ ക്രൂശിക്കല്ലേ എന്ന് പറയാൻ ഒരു വാക്കും അവിടെ ഇല്ല. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ മൗനം സമ്മതം എന്നതുപോലെ ഹല്ലേലൂയ ആളുകൾ മാറി. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ എല്ലാവരും വിട്ടകന്നു. വാക്ക് മറക്കണ്ട, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കൈവിടപ്പെട്ടത് എപ്പോ? എല്ലാവരും കൈമാറി, എല്ലാവരും മാറിപ്പോയി. ഇനിയും ഹല്ലേലൂയ ദൈവത്തിന്റെ പദ്ധതിയിൽ ഇറങ്ങി വന്ന യേശു കർത്താവ് ഹല്ലേലൂയ തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കുകയാ, ഉടയവന്റെ മുഖത്തേക്ക് നോക്കുകയാ. ഈ രാത്രി ഞാൻ ഇങ്ങനെ പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാ. എന്റെ യേശു കർത്താവ് ക്രൂശിൽ കയറുമ്പോൾ, ദൈവമക്കളെ മറക്കല്ലേ, ക്രൂശിൽ കയറുന്ന യേശു കർത്താവിന്റെ കാലുകളും കൈകളും ആണിയടിച്ചിരിക്കുകയാ. കാലുകൾ ഹല്ലേലൂയ ആണിയടിച്ചിരിക്കുന്നു, കൈകൾ ആണിയടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. മറ്റാരും ഒരാശ്വാസത്തിന് അവിടെ ഇല്ല, മറ്റാരും ഒരു സമാധാനത്തിന് അവിടെ ഇല്ല. കർത്താവിന്റെ പുറം ഉഴവ് ചാൽ പോലെ കീറിയിരിക്കുകയാ. മനസ്സിലാകുന്നു? ഉഴവ് ചാൽ പോലെ കീറിയിരിക്കുകയാ. ഉഴവ് ചാൽ പോലെ കീറിയിരിക്കുന്ന ഈ ശരീരം അപ്പോൾ തന്നെ കൈകാലുകൾ ദൈവത്തിന് സ്തോത്രം അണിയടിച്ചിരിക്കുന്നു. തലയിൽ മുൾക്കിരീടം. ഈ രാത്രി നോക്കണമേ, ഹല്ലേലൂയ ക്രൂശിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന് സ്തോത്രം എങ്ങനെയാ തന്റെ മരണം എന്നറിയാമോ? ശ്വാസം കിട്ടാതെ വരും. ശ്വാസം കിട്ടുവാൻ വേണ്ടി കാലിൽ ഊന്നി നിന്നുകൊണ്ട്, അതായത് രണ്ട് കാലുകളും ദൈവത്തിന് സ്തോത്രം ചേർത്താണിയടിച്ചിരിക്കുകയാ. ഈ കാലിൽ ഊന്നി നിന്നുകൊണ്ട് ശരീരം മുകളിലേക്ക് വലിക്കും. എന്തിനാണെന്നറിയാമോ? ശ്വാസം ഒന്ന് കിട്ടാൻ. ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുക. ശ്വാസം കിട്ടുവാൻ എന്റെ കർത്താവ് മുകളിലേക്ക് വലിഞ്ഞു കയറുകയാ. ശ്വാസം എടുക്കും, താഴേക്ക് വരും. നോക്കണേ, പുറം ഉഴവുചാൽ പോലെ കീറിയിരിക്കുന്നു. ഹല്ലേലൂയ. മാതാക്കൾ ഇതിന്റെ അകത്തുണ്ടല്ലോ, കരമൊന്നും മുറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കരമൊന്നും വെക്കാൻ പറ്റത്തില്ല, നീറ്റല. അപ്പൊ പുറം ഉഴവുചാൽ പോലെ കീറിയിരിക്കുന്ന ഈ ഹല്ലേലൂയ ക്രൂശിൽ എന്റെ കർത്താവ് ഹല്ലേലൂയ ശ്വാസത്തിനായി എന്റെ കർത്താവ് വെമ്പൽ കൊള്ളുമ്പോ എന്റെ കർത്താവിന്റെ വേദന അറിയാൻ ആരും അവിടെ ഇല്ല കേട്ടോ, ആരും അവിടെ ഇല്ല. ദൈവത്തിന് സ്തോത്രം. ദൂരെ മാറി അമ്മയായ മറിയ നിപ്പുണ്ട്, ദൂരെ മാറി ഹല്ലേലൂയ യോഹന്നാൻ നിപ്പുണ്ട്. ഗ്ലോറി ലോർഡ്. ഇവരാരും പോകട്ടെന്ന് പറയാൻ സാരമില്ലേ, വിഷമിക്കേണ്ട സാരമില്ല, ഇച്ചിരി നേരമല്ലേ ഉള്ളൂ എന്നെങ്കിലും പറയാൻ ആരെങ്കിലും വന്നോ? വന്നിട്ടില്ലെന്നേ. ഹല്ലേലൂയ പരിഹസിക്കാൻ ആളുണ്ട്, ഹല്ലേലൂയ കുറ്റം പറയാൻ ആളുണ്ട്. നീ ദൈവപുത്രൻ എങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ പറയാൻ ആളുണ്ട്, പക്ഷെ സഹായിക്കാൻ ആരുമില്ല. ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് വ്യക്തമായി സ്പഷ്ടമായി ഇടപെടുകയാ. ഗ്ലോറി ലോർഡ്. എന്താ ഈ വാക്കിന്റെ അർത്ഥം? എന്തിനാ ഇത് പറയുന്നേ? ഗ്ലോറി ലോർഡ്. ഞാനും നീയും ചിന്തിക്കുന്നല്ലേ, എന്നെയും നിന്നെയും കർത്താവ് തള്ളിക്കളഞ്ഞോ, എന്നെയും നിന്നെയും കർത്താവ് കൈവിട്ടോ? ഈ രാത്രി ആത്മാവ് നമ്മോട് സംസാരിക്കുകയാ. നോക്കിക്കേ, സ്വന്തം തോളിൽ തലചായ്ക്കുന്ന എന്റെ കർത്താവ്, ഒരു തോളില്ല കേട്ടോ എന്റെ കർത്താവിന്, ഒരു തോളില്ല. എന്റെ കർത്താവിന് ഒരു തോള് വെക്കുവാനില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു തല വെക്കുവാൻ ഹല്ലേലൂയ ഇല്ലെന്നേ
എന്നേ ഈ രാത്രി എന്റെ അപ്പച്ചൻ ഏകനായി ഹല്ലേലൂയ ആ കാൽവറി ക്രൂശിൽ കിടക്കുമ്പോൾ ഈ രാത്രി ദൈവമക്കളെ ദൈവത്തിന്റെ ആത്മാവതമോട് സംസാരിക്കുകയാ. ഗ്ലോറി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കർത്താവ് ഹല്ലേലൂയ ഉടയവനെ നോക്കുമ്പോ, പിതാവായ ദൈവത്തെ നോക്കുമ്പോ ഞാൻ ഇങ്ങനെ പറയുവാനായിട്ട് താല്പര്യപ്പെടുക. എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യം, എന്നെ ഏൽപ്പിച്ച വ്യക്തിക്ക് വേണ്ടി ഞാനത് ചെയ്തെടുക്കുമ്പോൾ ഒരു ക്രൈസിസ് വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ എൻ്റെ നോട്ടം എപ്പോഴും ആരിലേക്കാ? എന്നെ ആരാണോ ഈ ദൗത്യത്തിലേക്ക് കയറ്റിവിട്ടത് ആ വ്യക്തിയുടെ ഹെൽപ്പ് എടുക്കാൻ ഞാൻ നോക്കും. ആ വ്യക്തി എന്നോടൊരു വാക്കുമിണ്ടാൻ ഞാൻ നോക്കും. ശരിയല്ലേ? നമ്മൾ അങ്ങനെയാ നോക്കുന്നത്. നമ്മളെ ആരാണോ ഈ ദൗത്യം ഏൽപ്പിച്ചത് ആ വ്യക്തിയിലേക്ക് നമ്മളൊന്ന് നോക്കും. എൻ്റെ കർത്താവ് ഹല്ലേലൂയ കർത്താവ് ആ ദൈവത്തിലേക്ക് ദൗത്യം ഏൽപ്പിച്ച പിതാവായ ദൈവത്തിലേക്ക് ഈ ഹല്ലേലൂയ എൻ്റെ യേശു കർത്താവ് നോക്കുമ്പോൾ എൻ്റെ ദൈവം മുഖം മറച്ചിരിക്കുകയാ. ഈ രാത്രി മനസ്സിലാകുന്നു. ഗ്ലോറി ലോർഡ്. എൻ്റെ അപ്പാ ദൈവത്തിന് സ്തോത്രം. എൻ്റെ തമ്പുരാനെ ഈ രാത്രി ദൈവമക്കളെ കൂടെ നടന്ന ശിഷ്യന്മാര് ഹല്ലേലൂയ ചേർന്ന് വന്നില്ല. അവര് മാറിപ്പോയി. കൂടെ സൗഖ്യമായവരുണ്ട്, വിടുതൽ പ്രാപിച്ചവരുണ്ട്. അവരാരും ക്രൂശിന്റെ ചുവട്ടിലെത്തിയില്ല. അവരാരും പറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി മനസ്സിലാകുന്നു. അതൊന്നും സാരമില്ല. കർത്താവ് അതെല്ലാം ഓക്കെയാ. പക്ഷേ എൻ്റെ തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കുമ്പോ എൻ്റെ തമ്പുരാന്റെ മുഖം മറഞ്ഞിരിക്കുകയാ. എൻ്റെ തമ്പുരാൻ മുഖം മറച്ചേക്കുക. എൻ്റെ കർത്താവ് അവിടെ ചോദിക്കുന്ന ചോദ്യം, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ഗ്ലോറി ലോർഡ്. ഈ രാത്രി മനസ്സിലാകുന്നു. എൻ്റെ ദൈവമേ ആ എൻ്റെ എന്ന വാക്കിന് എന്തൊരു ഘനമല്ലേ? ദൈവത്തിന് സ്തോത്രം. ആ എൻ്റെ ദൈവമേ, എൻ്റെ അപ്പനെ, എൻ്റെ കർത്താവേ, എൻ്റെ രാജാവേ, എൻ്റെ പിതാവേ, അങ്ങല്ലേ എന്നെ ഈ ദൗത്യത്തിലേക്ക് വിട്ടത്. ഇപ്പോൾ ഞാൻ നോക്കുകയാ. ഗ്ലോറി ലോർഡ്. അങ്ങെന്താ മുഖം മറച്ചിരിക്കുന്നത്? ഈ രാത്രി ഇതിന്റെ അകത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്ന ദൈവമക്കളോട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് ഇവിടെ നിന്ന് ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവമേ ഹല്ലേലൂയ അങ്ങനെ കൈവിട്ടതെന്താ എന്ന ചോദിക്കുന്ന ചോദ്യം പലപ്പോഴും നമ്മുടെ യഥരത്തിൽ പ്രതിസന്ധികളുടെ നടുവിൽ നാം പറയുന്ന വാക്കാ. എൻ്റെ അപ്പച്ച, ആരെല്ലാം പോയാലും അങ്ങന്റെ കൂടെ കാണണേ. അങ്ങയുടെ മൗനം എനിക്ക് പറ്റുന്നില്ല. അങ്ങനോട് സംസാരിക്കണം. എൻ്റെ അപ്പ, ഞാൻ എത്ര നാളുകളായി ഈ വിഷയത്തിന്റെ അകത്ത് ഞരങ്ങുന്നു. എത്ര നാളുകളായി ഞാൻ ഈ വിഷയത്തിൽ വിതമ്പുന്നു. ഞാൻ എത്ര നാളുകളായി ഈ വിഷയത്തിന്റെ അകത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ ഞരക്കത്തിന്റെ വാക്ക് അങ്ങ് കേൾക്കാതെ എന്താപ്പ അകന്ന് നിൽക്കുന്നേ? ഞാൻ എന്ത് ദോഷമാ കർത്താവേ ചെയ്തത്? എൻ്റെ കുറവെന്നാ കർത്താവേ? നാം പറയുന്ന കാര്യല്ലേ? എൻ്റെ കുറവെന്നാന്നൊന്ന് എന്നോട് കാണിച്ചതാ. എൻ്റെ തെറ്റെന്നാന്ന് എന്നോട് പറ. എൻ്റെ അപ്പായ്ക്ക് ഒരു ദൈവദാസനെയെങ്കിലും അയക്ക്, ഒരു പ്രവാചകനെയെങ്കിലും അയക്ക്. എന്നോട് ഒരു വാക്കാ ഹല്ലേലൂയ അവരിൽ കൂടെ ഒന്ന് പറ. അല്ലെങ്കിൽ എന്നോട് സ്വപ്നത്തിലെങ്കിലും ഒന്ന് ഇടപെട് കർത്താവേ. എന്നോടൊന്ന് മിണ്ടു കർത്താവേ. എൻ്റെ ദോഷമെന്നാന്ന് എന്നോടൊന്ന് പറ കർത്താവേ. ക്രമീകരിക്കാൻ ഞാൻ തയ്യാറാ കർത്താവേ എന്നിങ്ങനെ മറ്റാരോടും പറയാൻ കഴിയാതെ ഉള്ളിലെ ഞരക്കം കൊണ്ട് നിൽക്കുമ്പോൾ എന്നാ അപ്പച്ച അങ്ങ് അകന്ന് നിൽക്കുന്നത് എന്ന് ദൈവത്തോട് ചോദിച്ചു കൊണ്ട് നിൽക്കുന്ന ദൈവമക്കളോട് ഈ രാത്രി ആത്മാവ് പറയുക കേട്ടോ. എൻ്റെ അപ്പൻ, എൻ്റെ കർത്താവ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഇബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ മക്കളായ നമ്മൾ ജഡരക്തങ്ങളോട് കൂടിയവർ കൊണ്ട് ഹല്ലേലൂയ കർത്താവും ജഡരക്തങ്ങളോട് കൂടിയവനായി എന്ന് പറഞ്ഞാൽ എൻ്റെ വികാരം എൻ്റെ കർത്താവിനറിയാം. എൻ്റെ വിചാരം എൻ്റെ കർത്താവിനറിയാം. എൻ്റെ നൊമ്പരം എൻ്റെ കർത്താവിനറിയാം. എൻ്റെ തേങ്ങൽ എൻ്റെ കർത്താവിനറിയാം. ഹല്ലേലൂയ. ലാസറിന്റെ ഹല്ലേലൂയ കല്ലറയുടെ മുൻപിൽ ചെല്ലുമ്പോൾ വചനം എഴുതിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിന്റെ ഉള്ളമൊന്ന് കലങ്ങി. ഗ്ലോറി ലോർഡ്. അവ ഹല്ലേലൂയ കണ്ണുനീര് വാർത്തു. ദൈവത്തിന് സ്തോത്രം. മനസ്സിലാകുന്നു. ഉള്ളമൊന്ന് കലങ്ങിയെന്നേ. ഹല്ലേലൂയ നൊമ്പരം അറിയാമെന്നേ. ഈ രാത്രി നിന്റെ വേദന അറിയാമെന്നേ. എല്ലാവരും മാറിപ്പോകുമ്പോ ദൈവത്തിന് സ്തോത്രം നിനക്കും എനിക്കും ഉണ്ടാകുന്ന തേങ്ങൽ എൻ്റെ കർത്താവിന് അറിയാമെന്ന് ഈ രാത്രി വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? ദൈവത്തിന് സ്തോത്രം. ജഡരക്തങ്ങളോട് കൂടിയവനായി എൻ്റെ കർത്താവ് നമ്മോട് കൂടെ നിൽക്കുകയാ. എൻ്റെ കർത്താവിന് നമ്മളെ മനസ്സിലാകും.
മനസ്സിലാകും. ഈ രാത്രി മനസ്സിലാകുന്നു. നീ ഭാരപ്പെട്ടു പോകല്ലേ, നീ തളർന്നു പോകല്ലേ. ഈ രാത്രി ഹല്ലേലൂയ, എന്തുകൊണ്ട് എന്തുകൊണ്ട് കർത്താവേ, എന്തുകൊണ്ട് അങ്ങനെ കൈവിട്ടു എന്ന് നീ ചിന്തിക്കല്ലേ. എന്റെ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുത്താൻ എന്റെ കർത്താവ് പ്രാപ്തനാണെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മളോട് ഇടപെടുകയാ. നോക്കിക്കേ, ഹല്ലേലൂയ, 22-ാമത്തെ അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോ ആദ്യം തുടങ്ങുന്നത് ഒരു ചോദ്യവുമായിട്ടാ. പിന്നെ എഴുതിയിരിക്കുന്നു, എന്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിലും നീ ഉത്തരമരുളുന്നില്ല. രാത്രികാലത്ത് ഞാൻ വിളിക്കുന്നു, എനിക്ക് ഒട്ടും മൗനതയില്ല. എന്നെ ഈ പറയുന്നേ, നമ്മുടെ ഭാഷയിൽ ഞാൻ പറയാം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ചിലർ പറയും അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചാൽ അതിന്റെ അകത്ത് വിടുതലുണ്ട്. ചിലർ പറയുന്നത് കേൾക്കാം, രാത്രി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഇരുന്ന് പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട്. മാതാക്കളായ നമ്മള് പലപ്പോഴും ഹല്ലേലൂയ, കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ വിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് പകൽ സമയത്ത് മുഴുവൻ പ്രാർത്ഥനയാ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുക, കർത്താവേ, ഹല്ലേലൂയ, നോക്കിക്കേ, എന്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിലും നീ ഉത്തരമരുളുന്നില്ല. ഇനി രാത്രി കാലത്താണോ? ഞാൻ അവിടെയും വിളിക്കുന്നുണ്ട്. ഹല്ലേലൂയ, എനിക്ക് ഒട്ടും മൗനതയില്ല. ഞാൻ മൗനമായിട്ടില്ല ഇരിക്കുന്നേ. രാത്രി പകലാക്കുക. ദൈവത്തിന് സ്തോത്രം. പകലും ഉറക്കം കെട്ട്, രാത്രിയും ഉറക്കം കെട്ട് ഞാൻ ദൈവസന്നിധിയിൽ വിഷയവുമായിട്ട് ഇരിക്കുകയാ. എന്നിട്ടും എനിക്കൊരു മറുപടി കിട്ടുന്നില്ലല്ലോ. ഈ രാത്രി നോക്കിക്കുക ദൈവമക്കളെ, അവിടെ എഴുതിയിരിക്കുന്നു, എന്റെ ഹല്ലേലൂയ, ഇസ്രായേലിന്റെ സ്തുതികളിൽ വസിക്കുന്നവനെ, നീ ഹല്ലേലൂയ പരിശുദ്ധനാകുന്നുവല്ലോ. അടുത്തത് എഴുതിയിരിക്കുക, ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്കൽ ആശ്രയിച്ചു, അവരെ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അപ്പാ, ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയാം, ഹല്ലേലൂയ, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ പിതാക്കന്മാർ അങ്ങയെ സേവിക്കാൻ ഇറങ്ങി, എൻ്റെ പിതാക്കന്മാരെ അങ്ങ് നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് കേൾവിയുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് വിടുതലായിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നീ അവരെ രക്ഷിച്ചെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ അങ്ങിൽ ആശ്രയിച്ചപ്പോ അങ്ങ് അവരെ വിടുവിച്ചെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പാ, അവർ നിന്നോട് നിലവിളിച്ച് രക്ഷ പ്രാപിച്ചു, അവർ നിങ്കൽ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയില്ല. പക്ഷെ അപ്പാ, ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ. മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്ദിതനുമാ. കർത്താവേ, ഞാൻ തകരുകയാ, ഞാൻ തളരുകയാ, എനിക്ക് ധിക്കാരം കേൾക്കാൻ വയ്യ, ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുകയാ, എനിക്കൊന്നും പറയാനില്ല. ഹല്ലേലൂയ, പരിഹാസം എനിക്ക് സഹിക്കവയ്യ. ദൈവത്തിന് സ്തോത്രം. താഴേക്കുള്ള വാക്യങ്ങൾ എടുത്തു വായിക്കണമെന്നുണ്ട്, എങ്കിലും ഞാനങ്ങ് പറഞ്ഞു പോകുവാനായിട്ട് താല്പര്യപ്പെടുക. എന്നെ കാണുന്നവരൊക്കെയും തലകുലുക്കുകയാ. ദൈവത്തിന് സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നു, യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കുക, അവൻ നിന്നെ രക്ഷിക്കട്ടെ, അവൻ അവനെ വിടുവിക്കട്ടെ, അവനിൽ പ്രസാദമുണ്ടല്ലോ. ഹല്ലേലൂയ. ദൈവം അവനെ വിടുവിക്കട്ടെ. എന്തായാലും ഇറങ്ങിത്തിരിച്ചതല്ലേ, നീ ഇറങ്ങിത്തിരിച്ചിട്ട് എന്തായി? നീ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, കർത്താവിന് വേണ്ടി ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് എന്തായി? ജീവിതത്തിൽ എന്നാ നേടി എന്നിങ്ങനെ ചോദിക്കുകയും പരിഹസിക്കുകയും, പ്രാർത്ഥിച്ചോ വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് കളിയാക്കി പറയുന്നവരുടെ നടുവിലും ഈ രാത്രി ആത്മാവ് പറയുകയാ, നീ ക്ഷീണിച്ചു പോകണ്ട കേട്ടോ. ഒരുപക്ഷെ ഒറ്റയ്ക്ക് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നീ ഇറങ്ങിയതായിരിക്കും. ഹല്ലേലൂയ. പ്രതിസന്ധികളുടെ നടുവിൽ ഒരുപക്ഷെ നീ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുകയായിരിക്കും. ഒന്ന് ഓർത്തുകൊള്ളുക, എന്റെ ദൈവം നിന്നെ കൈവിടുകയില്ല, എന്റെ കർത്താവ് നിന്നെ മറക്കുകയില്ല. ഗ്ലോറി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി ഒരുപക്ഷെ നിനക്ക് പറയാനുണ്ടാകും, ഞാൻ ഏറെ നിന്ദിതനാ, ഞാൻ ഏറെ പരിഹസിക്കപ്പെട്ടിരിക്കുക, എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, എനിക്ക് ആരെയും കാണാൻ വയ്യ, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, എന്നെ ആരും നിർത്തുന്നില്ല, എനിക്ക് എന്തു പറയണമെന്ന് അറിയുന്നില്ല, ഞാൻ ഒരുപാട് നിന്ദിക്കപ്പെട്ട്, ഞാൻ ഒരുപാട് ദുഷിക്കപ്പെട്ട് നിൽക്കുകയാ, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല കർത്താവേ. ഹല്ലേലൂയ. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അപ്പാ, എന്നോടൊരു വാക്ക് ഈ രാത്രി ഒന്ന് സംസാരിക്കപ്പാ, ഈ നേരത്തെ എന്നോടൊന്ന് സംസാരിക്കപ്പാ എന്ന് ചോദിക്കുന്ന ദൈവമക്കളോട് ആത്മാവ് ഈ രാത്രി ഇടപെടുകയാ. ഭാരം തെല്ലും വേണ്ട കേട്ടോ. ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി അനുകൂലമായി വെളിപ്പെടുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ല എന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി ഇടപെടുകയാ. ഗ്ലോറി ലോർഡ്. ഈ രാത്രി നോക്കിക്കേ ദൈവമക്കളെ, വചനത്തിന്റെ അകത്തേക്ക് താഴേക്ക് കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, 21-ാമത്തെ വാക്യത്തിലേക്ക് കയറുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിന് തൊട്ട് മുകളിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ ചോദ്യങ്ങളൊക്കെ മാറി, പിറുപിറുപ്പുകൾ മാറി. ഹല്ലേലൂയ. കർത്താവ് വിടുവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള വാക്കുകളിലേക്ക് എത്തി. അവിടെ എഴുതിയിരിക്കുന്നു, കാട്ടുപോത്തുകളുടെ
കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താ കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു എന്ന് പറയുമ്പോ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യനെ തകർക്കുവാൻ, ഹല്ലേലൂയ, ഈ കൊമ്പുകളുടെ ഇടയിൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യനെ ആക്കിയിട്ട്, ഒരു വ്യക്തിയെ ആക്കിയിട്ട്, മൃഗത്തെ ആക്കിയിട്ട് ഈ കാട്ടുപോത്ത് ഒന്ന് കുടയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ അകത്ത് തീരാനുള്ളവൻ തീരും. എന്നാൽ ആ കൊമ്പുകളുടെ ഇടയിൽ ഞാൻ കയറിയാലും എന്റെ കർത്താവേ, അങ്ങ് അവിടെയും എനിക്ക് ഉത്തരമല്ലുന്ന ദൈവമാ. ദൈവത്തിന് സ്തോത്രം. പ്രതിസന്ധികളുടെ നടുവിൽ ഞാൻ കയറിയാലും യേശുവിന്റെ നാമത്തിൽ ഞാൻ ഒന്നറിയുന്നു, എനിക്ക് അങ്ങ് അവിടെയും മറുപടി തരുന്ന ദൈവമാ. ഈ രാത്രി വിശ്വസിക്കാൻ കഴിയുമോ? പ്രതിസന്ധികളുടെ അങ്ങേയറ്റം നീ ആയിരിക്കുമെങ്കിലും ഈ രാത്രി ആത്മാവ് പറയുകയാ, ക്ഷീണിച്ചു പോകണ്ട. കാട്ടുപോത്തിന്റെ കൊമ്പുകളുടെ ഇടയിൽ നീ പോയി സ്റ്റക്കായാലും ദൈവത്തിന് സ്തോത്രം, നീ തീർന്നെന്ന് ലോകം വിധി എഴുതിയാലും ആത്മാവ് ഈ രാത്രി പറയുക, തീർന്നിട്ടില്ലെന്നേ, തീരത്തില്ല, തീരത്തില്ല. അവിടെ നിനക്ക് ഉത്തരം അരുളാൻ എന്റെ കർത്താവ് ഉണ്ട്. ഈ രാത്രി വിശ്വസിക്കാമോ? എന്റെ കർത്താവ് നിനക്ക് വേണ്ടിയുണ്ട്. അവിടെ മറുപടി തരാൻ എന്റെ കർത്താവ് നിനക്ക് വേണ്ടിയുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന 22-ാമത്തെ വാക്യം, ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. നോക്കിക്കേ, ആദ്യം ചോദ്യങ്ങളുമായി തുടങ്ങി, ആദ്യം വേദനകളായി തുടങ്ങി, ആദ്യം പിറുപിറുക്കുകളായി തുടങ്ങി. എന്റെ കർത്താവേ, ഹല്ലേലൂയ, എന്തായി തീരും, എങ്ങനെയായി തീരും എന്നിങ്ങനെ ചിന്തകളും ആകുലങ്ങളും തന്നെയായി ആദ്യം നിൽക്കുമ്പോൾ താഴേക്ക് കടന്നു വരുമ്പോ എഴുതിയിരിക്കുക, അങ്ങ് എനിക്ക് ഉത്തരമല്ലുക മാത്രമല്ല അപ്പാ, ഞാൻ സഭാമധ്യേ ഒന്ന് എഴുന്നേൽക്കും. ഗ്ലോറി ലോർഡ്. ഓ, എന്റെ പ്രാണന് വേണ്ടി അങ്ങ് ചെയ്തത് ഞാനൊന്ന് വിവരിക്കും. ഈ രാത്രി, ഈ ഒക്ടോബർ മാസം 1-ാം തീയതി എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എന്റെ കർത്താവിനെ വിടുവിക്കും. കാട്ടുപോത്തുകളുടെ ഇടയിൽ, കൊമ്പുകളുടെ ഇടയിൽ എന്റെ ദൈവം എനിക്ക് മറുപടി തരും. എന്റെ ദൈവം എനിക്ക് മറുപടി തരുമ്പോ സഭാമധ്യേ ഞാൻ എന്റെ സഹോദരങ്ങളുടെ ഇടയിൽ, ദൈവത്തിന് സ്തോത്രം, എന്റെ ദൈവത്തിന്റെ നാമത്തെ ഞാൻ കീർത്തിക്കും. എന്റെ ദൈവത്തിന്റെ നാമത്തെ ഞാൻ കീർത്തിക്കും. ഇപ്പൊ എന്നെ നിന്ദിക്കണോ, നിന്ദിച്ചോന്നേ, കുഴപ്പമില്ല. പരിഹസിക്കണോ, പരിഹസിച്ചോ. ധിക്കാരം കാട്ടണോ, കാട്ടിക്കോ. എന്നെ ഒറ്റപ്പെടുത്തണോ, ഒറ്റപ്പെടുത്തിക്കോ. പക്ഷെ ഒന്ന് ഞാൻ പറയാം, എന്റെ ദൈവം എന്നെ കൈവിടുകയില്ല. എന്റെ കർത്താവിനെ കൈവിടുകയില്ല. എന്റെ കർത്താവ് എനിക്ക് മറുപടി തരും. ഈ രാത്രി അങ്ങനെ വിശ്വസിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാ. എന്റെ ദൈവം എനിക്ക് മറുപടി തരും. അതേ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ മുൻപിൽ ഹല്ലേലൂയ, എന്റെ ദൈവം എന്നെ നടത്തിയ വിധങ്ങളെ ഒന്ന് ഘോഷിക്കും. എന്റെ ദൈവത്തിന്റെ നാമത്തെ ഞാൻ ഉയർത്തും. അതേ സഭാമധ്യേ എന്റെ ദൈവത്തെ ഞാൻ കീർത്തിക്കും. ഗ്ലോറി ലോർഡ്. ഈ രാത്രി ഹല്ലേലൂയ, ആ ദൈവ സ്നേഹത്തിന്റെ ആഴമേ, ആ ദൈവത്തിന്റെ കൃപയെ, ഓ, എത്ര വർണ്ണിച്ചാലും വർണ്ണിച്ചാലും മതിവരാത്ത ദൈവത്തിന്റെ സ്നേഹം യേശുവിന്റെ നാമത്തില്. ഓ, കലമാൻ പേടയ്ക്ക് തുല്യമായ കാലുകൾ തരുന്ന ദൈവം ഈ രാത്രി തകർന്നെന്ന് പറഞ്ഞ്, വീണു എന്ന് പറഞ്ഞ്, എനിക്ക് മുന്നേറ്റം ഇല്ലെന്ന് പറഞ്ഞ് ഇതിന്റെ അകത്താരെങ്കിലും ആണോ? ഈ രാത്രി ആത്മാവ് പറയുക, നീ പേടിക്കണ്ട. ദൈവത്തിന് സ്തോത്രം. എന്റെ ദൈവത്തിന് നമ്മെ മനസ്സിലാകും. എന്റെ കർത്താവിന് നമ്മുടെ വേദനയെ അറിയും. എന്റെ കർത്താവിന് നമ്മുടെ സങ്കടങ്ങളെ എന്റെ കർത്താവിന് മനസ്സിലാകും. യേശുവിന്റെ നാമത്തില് നമ്മുടെ വികാരങ്ങളെ കർത്താവിന് മനസ്സിലാകും. നമ്മുടെ വിചാരങ്ങളെ കർത്താവിന് അറിയാം. നമ്മുടെ സങ്കടങ്ങളെ മനസ്സിലാകും. നമ്മുടെ ഇമോഷൻസിനെ കർത്താവിന് മനസ്സിലാകും. ഈ രാത്രി എന്നെ നന്നായി അറിയുന്ന, ഓ, ദീപാരബല ഘടക തുരാജക അരബല ഘടക തര ഘടക സിയ. നോക്കിക്കേ, എന്നെ ഞരക്കത്തിന്റെ വാക്കല്ലേ. അയ്യോ, എന്നെ ഈ ഞരക്കത്തിന്റെ വാക്ക്, ഓ, വാക്കുകളില്ലാതെ ഞരങ്ങുമ്പോ ആ വാക്കുകൾ തിരിച്ചറിയുന്ന ഒരു ഉടയവൻ ഉണ്ടെന്ന് ഈ രാത്രി ദൈവമക്കളെ മനസ്സിലാകുന്നു. യേശുവിന്റെ നാമത്തില് ഞാൻ വാക്കുകൾ അന്വേഷിക്കുമ്പോ, ഞാൻ വാക്കുകൾ തപ്പിപ്പെരുക്കുമ്പോൾ, ഞാൻ എന്തു പറയണമെന്ന് അറിയാതെ ഹല്ലേലൂയ ഞാൻ ആയിരിക്കുമ്പോൾ ആത്മാവ് ഈ രാത്രി പറയുകയാ, വിഷമിക്കണ്ട, വിഷമിക്കണ്ട. നിന്റെ ഞരക്കത്തിന്റെ വാക്ക് എനിക്ക് മനസ്സിലാകും. ഗ്ലോറി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയുന്നില്ലല്ലേ? പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കും. എന്നാ തുണ നിൽക്കുന്നേ? ഈ രാത്രി മനസ്സിലാക്കുന്നു എങ്ങനെ പ്രാർത്ഥിക്കണം, വീണ്ടും വേണം പ്രാർത്ഥിക്കണം. എനിക്ക് അറിഞ്ഞുകൂടാ കർത്താവേ, ഈ പ്രതിസന്ധി ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചു കയറാനാ? ഞാൻ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? എനിക്കറിയത്തില്ല കർത്താവേ. എത്രയോ പ്രാവശ്യം നമ്മുടെ പ്രാർത്ഥനാ മുറികൾ, ദൈവത്തിന് സ്തോത്രം, ഒരു വാക്കുപോലും നമുക്ക് ഉച്ചരിക്കാനില്ലാതെ ഇരുന്ന് കരഞ്ഞ് എഴുന്നേറ്റ എത്രയോ ദിനരാത്രങ്ങളില്ലേ? ഈ രാത്രി ആ തേങ്ങലിനെയും തിരിച്ചറിയുന്നവനാ എന്റെ ദൈവമെന്ന് ഈ രാത്രി ആത്മാവ് നമ്മളോട് വിളിച്ചു പറയുകയാ. ഒരുപക്ഷെ നീ ഒരു വാക്കും പറഞ്ഞിട്ടുണ്ടാകില്ല, ഒരുപക്ഷെ ഒരു വാക്കും പറയാൻ അറിയാവും കാണത്തില്ല. പക്ഷെ ഈ രാത്രി ആ വേദനയെ ഹല്ലേലൂയ ഏറ്റെടുക്കാൻ എന്റെ സർവശക്തൻ കൂടെയുണ്ടെന്ന് ആത്മാവ് ഈ രാത്രി നമ്മളോട് പറയുകയാ. ഉറാബാരാധാരാജാര
തീരച്ചാര ഘടക സന്ത അർദ്ധര പ്രഭാരകൽക്കനാദിയ. ചില സങ്കടങ്ങൾ കേൾക്കുമ്പോൾ, ചില സങ്കടങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മളെ അംഗീകരിക്കാൻ ആരും കണ്ടെന്ന് വരികയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മെ ചേർത്ത് പിടിക്കാൻ എന്റെ കർത്താവ് പ്രാർത്ഥന. ഇതിന്റെ അകത്ത് ഹല്ലേലൂയ മനോദുഃഖത്തോടെ ആയിരിക്കുന്നവർ ഈ രാത്രി വിശ്വസിച്ചോ, യേശുവിന്റെ നാമത്തില് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ആഴം, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ആഴം നമ്മൾ കാണും, നമ്മൾ കാണും. ഈ രാത്രി ജയമേറ്റെടുക്കട്ടെ, ഈ രാത്രി ബലമേറ്റെടുക്കട്ടെ. ഗ്ലോറി ലോർഡ്. ചോദ്യങ്ങൾ മാറി. ഹല്ലേലൂയ. ഭക്തൻ വിശ്വസിച്ചു തുടങ്ങി. ഭക്തൻ പറഞ്ഞു, അതേ ഹല്ലേലൂയ, വിശ്വസിച്ച വിശ്വാസത്തിന് മുൻപിൽ താൻ തീരുമാനമെടുക്കുകയാ. അതെ, ഞാൻ തന്നെ എഴുന്നേക്കും, ഞാൻ തന്നെ എഴുന്നേറ്റിട്ട് പറയും എന്റെ ദൈവം എന്നെ നടത്തിയെന്ന്. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ നാമത്തെ ഞാൻ ഉയർത്തും. സഭാമധ്യേ ഞാൻ എന്റെ ദൈവത്തിന്റെ നാമത്തെ കീർത്തിക്കും. ഗ്ലോറി ലോർഡ്. നോക്കിക്കേ, 24-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക, അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, അവൻ വെറുത്തതുമില്ല. മനസ്സിലാകുന്നു? തന്റെ മുഖം അവന് മറച്ചതുമില്ല. അയ്യോ, എന്നെ ഈ പറയുന്നേ എന്റെ കർത്താവേ, അങ്ങനെ ഈ അകന്ന് നിൽക്കുന്നേ, അങ്ങനെ കൈവിടപ്പെട്ടെ, അങ്ങ് എന്തിനാ എന്നെ കൈവിട്ടത്? അങ്ങ് എന്താ എന്നെ നോക്കാത്തത്? ഞാൻ ഇത്രയും കരഞ്ഞിട്ടും എന്താ അപ്പ എന്നെ നോക്കാത്തേ? ഈ രാത്രി ആത്മാവ് പറയുകയാ, എന്റെ കർത്താവ് നിന്നെ വെറുത്തിട്ടില്ല കേട്ടോ, എന്റെ കർത്താവ് നിന്നെ മറന്നിട്ടില്ല കേട്ടോ, എന്റെ കർത്താവ് നിന്നെ കൈവിടത്തില്ല കേട്ടോ, എന്റെ കർത്താവിന്റെ മുഖം നിന്റെ നേരെ മറച്ചിട്ടില്ല കേട്ടോ, എന്റെ കർത്താവിന്റെ മുഖം ഹല്ലേലൂയ സർവത്ര സമയം നമ്മുടെ നേരെയാകട്ടോ. അവൻ ഉറങ്ങുന്നില്ല, അവൻ മയങ്ങുന്നില്ല. ഈ രാത്രി എന്റെ ദൈവമക്കളെ, ഓ എത്ര വലിയ ദൈവത്തെയാ നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. മയങ്ങാത്തവൻ, ഉറങ്ങാത്തവൻ, രാവും പകലും നമ്മുടെ മേൽ ദൃഷ്ടി വെക്കുന്നവൻ, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്നവൻ. ഗ്ലോറി ലോർഡ്. ഹല്ലേലൂയ. പെറ്റതള്ള തന്റെ കുഞ്ഞിനെ മറക്കുമോ? ഹല്ലേലൂയ. മറക്കാൻ സാധ്യതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സാധ്യതയുണ്ട്, ഇല്ലേ? കൊണ്ട്. ഹല്ലേലൂയ. മാസങ്ങൾ വർഷങ്ങൾക്ക് മുന്നമേ പാറയിൽ അടിച്ചു കൊന്ന സഹോദരിമാരുണ്ട്. ഗ്ലോറി ലോർഡ്. കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ എടുത്തെറിഞ്ഞ് കളഞ്ഞവരുണ്ട്, ചാക്കിൽ കെട്ടിയവരുണ്ട്. ഹല്ലേലൂയ. മറക്കുവോ? മറക്കാൻ സാധ്യത സാധാരണഗതിയിൽ മറക്കത്തില്ല, പക്ഷേ എന്നാൽ മറക്കാൻ സാധ്യതയുണ്ട്. അവര് മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. എന്നാ കാര്യം? ഓ, ഞാനാ നിന്നെ സൃഷ്ടിച്ചതെന്ന്, ഞാനാ നിന്റെ ഉത്തരവാദി, ഞാനാ നിന്നെ എന്റെ കരത്തിൽ വഹിച്ചത്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുന്നമേ ഞാനാ നിന്നെ കണ്ടത്. ഈ രാത്രി വിശ്വസിക്കാമോ? എന്റെ കർത്താവ് നിന്നെ കണ്ടതാണെങ്കിൽ, എന്റെ കർത്താവ് നിന്നെ മെനഞ്ഞതാണെങ്കിൽ, എന്റെ കർത്താവ് എന്റെയും നിന്റെയും അമ്മയുടെ ഉദരത്തിൽ എന്നെയും നിന്നെയും പ്ലാന്റ് ചെയ്തതാണെങ്കിൽ, എന്റെ അപ്പനും അമ്മയും, നമ്മുടെ അപ്പനും അമ്മയും നമ്മെ കാണുന്നതിന് മുന്നമേ എന്റെ അപ്പൻ നമ്മളെ കണ്ടതാണെങ്കിൽ, ഈ രാത്രി വിശ്വസിച്ചോ, എന്റെ അപ്പൻ നമ്മെ കൈവിടുകയില്ല. മാറേണ്ടവർ മാറട്ടെ, പോകേണ്ടവർ പോകട്ടെ, വെറുക്കേണ്ടവർ വെറുക്കട്ടെ. പക്ഷെ ഈ രാത്രി ഉടയവൻ പറയുകയാ, ആര് മാറിയാലും ഞാൻ നിന്നെ വിട്ടു മാറുകയില്ല. ദൈവത്തിന് മഹത്വം. യേശുവിന്റെ നാമത്തില് അവിടെ എഴുതിയിരിക്കുകയാ, തന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കേൾക്കയത്രേ ചെയ്തത്. ഞാൻ മുഖം മറച്ചിട്ടില്ല. ഹല്ലേലൂയ. നീ വിളിച്ചപേക്ഷിക്കുമ്പോ ഞാൻ കേൾക്കൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ കേൾക്കുകയായിരുന്നു, കേട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഈ രാത്രി വിശ്വസിക്കാമോ? നമ്മുടെ പ്രാർത്ഥന തള്ളിക്കളയാത്ത ദൈവം, നമ്മുടെ പ്രാർത്ഥന ഉപേക്ഷിക്കാത്ത ദൈവം ഈ രാത്രി നമ്മുടെ പ്രാർത്ഥന കൈക്കൊള്ളുകയാ. യേശുവിന്റെ നാമത്തില് ഈ രാത്രി എളിയവന്റെ പ്രാർത്ഥനയെ, എളിയവന്റെ നിലവിളിയെ തള്ളിക്കളയാത്തവനാ എന്റെ ദൈവം എന്ന് പറയാൻ ഓ ഏറെ സന്തോഷിക്കുക ഞാൻ ഈ രാത്രി. നോക്കിക്കേ, ഹല്ലേലൂയ. നിന്റെ നിലവിളിയെ തള്ളിക്കളയത്തില്ല. നിന്റെ ഫയലിനെ ലോകം റിജക്ട് ചെയ്താലും എന്റെ ദൈവം റിജക്ട് ചെയ്യത്തില്ല. എന്റെ ദൈവം നിന്റെ ഹല്ലേലൂയ ഫയലിനെ, എന്റെ ദൈവം നിന്നെ റിജക്ട് ചെയ്യല. ഗ്ലോറി ലോർഡ്. ഹല്ലേലൂയ. ഈ രാത്രി നോക്കിക്കേ ദൈവമക്കളെ, വചനത്തിൽ എഴുതിയിരിക്കുകയാ, മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്കൽ നിന്ന് വരുന്നു. ഓ, ലോകക്കാരെ നിന്ദിക്കുക, ലോകക്കാര് ദുഷിക്കുക, ലോകക്കാരനെ ഹല്ലേലൂയ പഴിക്കുകയാ. പക്ഷേ എനിക്ക് വരുന്ന പ്രശംസ എവിടെ നിന്നാ? അത് ഉയരത്തിൽ നിന്ന്. എന്നെ പ്രശംസിക്കുന്നവൻ ആരാ? ഓ ഗ്ലോറി. ധാരാചാര ധീരാധാര ധീരാജാല. യേശുവിന്റെ നാമത്തില് നമ്മളെ ഉയർത്തുന്നവൻ ആരാ? ഈ രാത്രി മനസ്സിലാകുന്നു. മനുഷ്യൻ നമ്മളെ ഉയർത്തിയാൽ, മനുഷ്യൻ നമ്മെ പ്രശംസിച്ചാൽ അതിനൊക്കെ പരിധിയുണ്ട് ദൈവമക്കളെ. പക്ഷെ എന്റെ അപ്പൻ നമ്മളെ ഒന്ന് ഉയർത്തിയാൽ, ദൈവത്തിന് സ്തോത്രം. എന്റെ അപ്പൻ നമ്മളെ ഒന്ന് പ്രശംസിച്ചാൽ, എന്റെ ദൈവത്തിന് മഹത്വം, അതിന് പരിധിയില്ല. എന്റെ കർത്താവ് നമ്മെ ഉയർത്തിയാൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആളുകളുടെ നടുവിൽ, ശത്രുക്കളുടെ നടുവിൽ, കൂട്ടുകാരുടെ നടുവിൽ, ദേശക്കാരുടെ നടുവിൽ, ഹല്ലേലൂയ ദൈവജനത്തിന്റെ നടുവിൽ നമ്മളെ ഉയർത്താൻ എന്റെ ദൈവം പ്രാപ്തനാണെന്നേ. എന്റെ ദൈവം പ്രാർത്ഥന, എന്റെ ദൈവം പ്രാർത്ഥന. ഓ ദീപാരകാലകസിയാര.
ഞാൻ വേറെ ആരുടെയും അനുഭവം കടമെടുക്കുകയല്ലോ. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഈ രാത്രി വിളിച്ചു പറയാം, എന്റെ അപ്പൻ നമ്മുടെ കരമുയർത്തിയ, എന്റെ കർത്താവ് നമ്മളെ ഒന്ന് ഉയർത്തിയ, എന്റെ കർത്താവ് നമുക്കൊരു മാന്യത തന്നാൽ ദൈവത്തിന് സ്തോത്രം. അതുവരെ നമ്മെ ദ്വേഷിച്ചവർ, അതുവരെ നമ്മളെ തള്ളിയവർ, അതുവരെ നമ്മളെ ഉപേക്ഷിച്ചവർ, അതുവരെ നമ്മളെ വിടക്കൻ എണ്ണിയവർ, ഹല്ലേലൂയ, നമ്മുടെ മുമ്പിൽ എത്തിക്കാൻ, അല്ലെങ്കിൽ അവരുടെ മുൻപിൽ ദൈവം നമ്മെ മാനിക്കാൻ എന്റെ ദൈവം പ്രാപ്തനാണെന്ന് ഈ രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? യേശുവിന്റെ നാമത്തില് ദുരാമനാജകൽക്കനാദിയ ആർദ്ര പ്രവനഘടകസിയ ഒരുപാട് സാക്ഷ്യങ്ങൾ അതിനെ ചൊല്ലി എനിക്ക് പറയാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്റെ അപ്പൻ ആർക്കും കടക്കാരനല്ല. ഈ രാത്രി നീ വിശ്വസിച്ചു, എന്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ. ഒരുപാട് നെർവീർപ്പെട്ടും കരഞ്ഞതുമായ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. എന്നാൽ ദൈവത്തിന് സ്തോത്രം. തള്ളിയവരുടെ നടുവിൽ, തള്ളിയവരുടെ ഇടയിൽ ആണ് കൃപയാൽ 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 എന്റെ അപ്പൻ ആദ്യം ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ഇറക്കി വിടുന്നേ. അയ്യോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ അപ്പച്ചോ അവിടെ എങ്ങനാ ഞാൻ പോയി ശുശ്രൂഷിക്കുന്നേ? അവിടെ നടുവിൽ ഞാൻ എന്നാ പറയാനാ? എനിക്കൊന്നും പറയാനില്ല. അവരൊക്കെ എന്നെ ഒരുപാട് നിന്ദിച്ചതാ. പക്ഷെ എന്റെ കർത്താവ് ഓർത്തു കേട്ടോ. ഈ രാത്രി ഞാൻ പറയാം, എന്റെ ദൈവം നമ്മെ മാനിക്കാൻ പ്രാർത്ഥന. തള്ളേണ്ടവർ തള്ളുമ്പോ ഓർത്തോ, അവിടെ തന്നെ എന്റെ ദൈവത്തിന് നിന്നെ മാനിക്കാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. നീ നിന്ദിക്കപ്പെട്ടത്, ഹല്ലേലൂയ, നീ ആയിരിക്കുന്ന ദേശത്ത് എവിടെയാണോ, ചങ്ങനാശ്ശേരിയോ കുമ്മനാടോ നെല്ലിമലയോ എവിടെയുമാകട്ടെ, എവിടെയാണോ നീ നിന്ദിക്കപ്പെട്ടത് അവിടെ തന്നെ ദൈവത്തിന് സ്തോത്രം. ഞാൻ ഹല്ലേലൂയ, നിന്ദിക്കപ്പെട്ടത് ഏത് ദേശമാണോ ആ ദേശത്ത് തന്നെ എന്റെ ദൈവം എന്നെ ഉയർത്തും. മനസ്സിലാകുന്നു? ഗ്ലോറി ലോർഡ്. ഞാൻ ഇവിടെ തകർന്നിട്ട് മറ്റൊരിടത്ത് ഉയർത്തുമെന്നല്ല, എന്നെ ഇവിടെയും ഉയർത്തും. ദൈവത്തിന് സ്തോത്രം. പിന്നത്തേതിൽ ഹല്ലേലൂയ, ആത്മാവിനെ മറ്റിടങ്ങളിലേക്കും മറ്റു ദേശങ്ങളിൽ ഹല്ലേലൂയ ഇവർ ചെന്ന് പറ്റുവാൻ, ഇവർക്ക് കേൾക്കുവാൻ കഴിയത്തക്ക അളവിൽ എന്റെ ദൈവം നമ്മെ മാനിക്കാൻ പ്രാപ്തനാണെന്നുള്ളത് ഈ രാത്രി വിശ്വസിക്കട്ടെ. എന്റെ ദൈവം എത്രയോ നല്ലവൻ. നോക്കിക്കേ ദൈവമക്കളെ, അവിടെ എഴുതിയിരിക്കുക, മഹാസഭയിൽ എനിക്ക് പ്രശംസ തിങ്കൽ നിന്ന് വരുന്നു. അവന്റെ ഭക്തന്മാർ കാണുകെ ഞാൻ എന്റെ നേർച്ചകളെ കഴിക്കും. എളിയവർ തിന്ന് തൃപ്തരാകും. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. അവസാനം എഴുതിയിരിക്കുകയാ, നോക്കിക്കേ, വചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു സന്തതി അവനെ സേവിക്കും. വരുന്ന തലമുറയോട് യഹോവയെ കുറിച്ച് കീർത്തിക്കും. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും. ആദ്യം പറയുന്നത് എന്നാ? പിതാക്കന്മാർ ചെയ്തത്, പിതാക്കന്മാരെ അങ്ങ് നടത്തിയത് ഞങ്ങൾ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. പിതാക്കന്മാർ അങ്ങിൽ ആശ്രയിച്ചു, അവര് രക്ഷ പ്രാപിച്ചു, അത് ഞാൻ അറിയുന്നു. പക്ഷെ ഇവിടെ പറയുക, ദേ ഒരു സന്തതി അവനെ സേവിക്കും. ഗ്ലോറി ലോർഡ്. വരുന്ന തലമുറയോട് യഹോവയെ കുറിച്ച് കീർത്തിക്കും. എന്നാ പറഞ്ഞേ? ഒരു തലമുറ വരികയാ, എന്നെ നടത്തിയത് ഞാൻ ആ വരും തലമുറയോടും കൂടെ പറയും. എന്റെ യേശു കർത്താവിന് പറയാനുണ്ട്, ദൈവത്തിന് സ്തോത്രം, എന്റെ അപ്പൻ മുഖം മറച്ചു എന്ന് എനിക്ക് തോന്നുമ്പോഴും ഗ്ലോറി ലോർഡ് മഹത്വത്തിലേക്ക് എന്നെ ചേർത്ത് പിടിക്കുകയാ. ഈ വേദനയ്ക്കകത്ത് ഒരു ജനനം നടക്കുകയാ. ദൈവസഭ പുറത്തു വരികയാ. ഗ്ലോറി ലോർഡ്. ഒരു സന്തതി ജനിക്കുകയാ. ഒരു സന്തതി അവനെ സേവിക്കും. വരും തലമുറയോട് ഹല്ലേലൂയ കർത്താവിനെ കുറിച്ച്, ദൈവത്തിന് സ്തോത്രം, യഹോവയെ കുറിച്ച് കീർത്തിക്കും. ഈ രാത്രി മനസ്സിലാകുന്നു, നമ്മെ നടത്തുന്ന ദൈവത്തെ, നമ്മെ പുലർത്തുന്ന ദൈവത്തെ. നോക്കിക്കേ ദൈവമക്കളെ, ഹല്ലേലൂയ. യോർദാൻ വിഭാഗിച്ചില്ലേ? യോർദാൻ വിഭജിച്ച് ദൈവത്തിന് സ്തോത്രം ഗോത്രങ്ങൾ കൊത്തവണ്ണം കല്ലുകൾ അവിടെ നാട്ടി. എന്തിനാ നാട്ടിയത്? വരും തലമുറയോട് പറയാൻ, എന്റെ ദൈവം, ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ ഹല്ലേലൂയ ദൈവം ഈ വഴിയായി ഞങ്ങളെ കൊണ്ടുപോയതാ. അങ്ങനെയാണെങ്കിൽ എന്റെ ദൈവം നമ്മളെ നടത്തുന്ന വിധങ്ങൾ ഹല്ലേലൂയ വരും തലമുറയോട് ഘോഷിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നടത്തും. ഈ രാത്രി വിശ്വസിക്കാൻ കഴിയുമോ? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന ചോദ്യത്തിൽ തുടങ്ങി അവസാനം നിർത്തുന്നത് ഒരു സന്തതി അവനെ സേവിക്കും. വരുവാനുള്ള തലമുറയോട് എന്റെ കർത്താവിനെ കുറിച്ച് കീർത്തിക്കും. ദൈവത്തിന് മഹത്വം. യേശുവിന്റെ നാമത്തില് അവിടെ എഴുതി തീർക്കുന്നല്ലോ, അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്നും അവന്റെ നീതിയെ ഹല്ലേലൂയ വർണ്ണിക്കും. എന്റെ ദൈവം എനിക്ക് വേണ്ടി ചിലത് നിവർത്തിച്ചു തന്നു. എന്റെ കർത്താവിന്റെ കാര്യം സാധിപ്പിച്ചു തന്നു. യേശുവിന്റെ നാമത്തില് ഈ ഒക്ടോബർ മാസം 1-ാം തീയതി ദൈവമക്കളോട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഭാരപ്പെടണ്ട, സങ്കടപ്പെടണ്ട, നിരാശപ്പെടണ്ട, ദുഃഖിച്ചു പോകേണ്ട. കർത്താവ് കൈവിട്ടോ എന്ന് വിചാരിക്കണ്ട. കർത്താവ് കൈവിടത്തില്ല. അവൻ നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. മോശ മരിച്ചു, ദൈവത്തിന് സ്തോത്രം.
യോശുവ നിൽക്കുകയാ. എന്ത് വേണം, എങ്ങനെ കൊണ്ടുപോകും ഈ ജനത്തെ? തമ്പുരാൻ പറയാ, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, നീ പേടിക്കണ്ട. ഹല്ലേലൂയ, വചനത്തെ നീ ധ്യാനിച്ചോ. ഹല്ലേലൂയ, ഞാൻ നിന്നെ ഇവിടത്തിലെ മോശയോട് കൂടെ എങ്ങനെയാണോ ഞാൻ ഇരുന്നത്, അതുപോലെ ഞാൻ നിന്റെ കൂടെയും ഇരിക്കും. ഈ രാത്രി ദൈവമക്കളെ ആത്മാവ് പറയുക, എന്റെ കർത്താവ് നമ്മളെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഏത് പെരുവെള്ളമാണെങ്കിലും, ഏത് അഗ്നിശോധനയാണെങ്കിലും ഈ രാത്രി ഉറച്ചുകൊള്ളണം. എന്റെ കർത്താവ് അവിടെയും നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഇറങ്ങി നമ്മുടെ കരം പിടിക്കാൻ, നമ്മളെ അതിൽ നിന്ന് വിടുവിക്കാൻ എന്റെ കർത്താവ് പ്രാപ്തന. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടയ്ക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഒരു പക്ഷേ നമ്മൾക്ക് പറയാനുണ്ടാകും, കർത്താവേ അങ്ങനെ മറന്നോ, അല്ലെങ്കിൽ അങ്ങനെ കൈവിട്ടോ? ഈ രാത്രി അപ്പച്ചൻ പറയാ, ഇല്ല, കൈവിട്ടിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല. ഈ രാത്രി എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലേക്ക് നടയട്ടെ. കഴിഞ്ഞ നാളുകളിൽ നമ്മളെ നടത്തിയ ദൈവത്തെ ഒരു നിമിഷം ഒന്ന് ഓർത്ത് ഈ രാത്രി ഒന്ന് സ്തുതിച്ചേ. കർത്താവേ, എന്റെ തലമുറകൾ തകരുമെന്ന് വിചാരിച്ചിരുന്ന സമയമുണ്ട്. എന്റെ കർത്താവെ, എന്റെ അന്തം എന്താകുമെന്ന് ഞാൻ ചിന്തിച്ച സമയങ്ങളുണ്ട്. കർത്താവെ, ഞാൻ തകരുമോ എന്ന് ഓർത്ത നിമിഷങ്ങളുണ്ട്. ഞാൻ രോഗിയായിരുന്ന സമയം, എനിക്ക് ആയുസ്സിനി മുമ്പോട്ട് ഉണ്ടാകുമോ എന്ന് പോലും ഭാരപ്പെട്ട സമയമുണ്ട്. അവിടുന്നൊക്കെ കർത്താവിനെ നടത്തിയല്ലോ, എന്റെ കർത്താവിനെ ഓർത്തല്ലോ. ഹല്ലേലൂയ, 2025 ഒക്ടോബർ മാസം 1-ാം തീയതിയേക്ക് ആയുസോടെ എന്നെ കയറ്റിയല്ലോ. ഈ രാത്രി ഒന്ന് സ്തുതിച്ചു തുടങ്ങിക്ക്, സ്തുതിച്ചു തുടങ്ങിക്ക്. എന്റെ അപ്പനെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിക്ക്. അപ്പാ, നന്ദി 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 കർത്താവേ, നന്ദി കർത്താവേ. ഈ രാത്രി ഇതിന്റെ അകത്ത് കർത്താവേ, വലിയ ഹല്ലേലൂയ വിടുതലുകൾ ഈ രാത്രി ഹല്ലേലൂയ മീറ്റിംഗിൽ സംഭവിക്കട്ടെ. വലിയ വിടുതലുകൾ വ്യാപരിക്കട്ടെ, വലിയ സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തലയെ ചുറ്റിക്കെട്ടിയിരിക്കുന്ന ചില വേദനകൾ ഈ രാത്രി അഴിയട്ടെ. കൊടിഞ്ഞു പോലെയുള്ള ചില രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ബാംതേക്കും വേദന കുറയും, പിന്നെയും വേദന എന്നതുപോലെ അല്ലെങ്കിൽ സൈക്കിള് പോലെ നിൽക്കുന്ന യേശുവിന്റെ നാമത്തില് മൈഗ്രെയിന്റെ എല്ലാ വേദനകളെയും അതിന്റെ സ്പിരിറ്റിനെയും ഈ രാത്രി ആത്മാവിൽ ഞാൻ ക്യാൻസൽ ചെയ്യുകയോ. അഴിഞ്ഞു മാറട്ടെ. ചില നഷ്ടങ്ങൾ അഴിയട്ടെ. ചില കെടുതികൾ അഴിയട്ടെ. ചില വെല്ലുവിളികൾ അഴിയട്ടെ. ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ ഞങ്ങൾ കാണട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ അപ്പച്ച, ഞങ്ങൾ ഒന്നറിയുന്നു, അങ്ങ് ഞങ്ങളെ നടത്തുന്നതിനായി നന്ദി. എന്റെ നല്ല പിതാവേ, നല്ല ദൈവമേ, അങ്ങയുടെ ജനത്തെ അപ്പന്റെ കരത്തിലേക്ക് വിട്ടു തരിക. ഈ രാത്രി പരിശുദ്ധാത്മാവ് അങ്ങയുടെ ജനത്തെ കർത്താവെ നടത്തുന്നതിനായി നന്ദി. അങ്ങ് ഞങ്ങളെ കൈവിട്ടിട്ടില്ല എന്ന് കേൾക്കാൻ ഈ രാത്രി സ്വർഗം ഇടയാക്കിയതിനായി നന്ദി. അങ്ങയുടെ ജനത്തെ ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് ഈ രാത്രി അനുഗ്രഹിക്കുകയാ. എന്റെ കർത്താവെ, സഭാമധ്യയെ ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുമപ്പാ. അല്ലെങ്കിൽ സഹോദരങ്ങളുടെ മധ്യയെ ഞങ്ങൾ അങ്ങയുടെ നാമത്തെ കീർത്തിക്കുമപ്പാ. എന്റെ കർത്താവെ, വരും തലമുറയോട് അങ്ങ് ഞങ്ങളെ നടത്തിയ വഴികളെ വർണ്ണിക്കത്തക്കയളവിൽ കൃപയുടെ കരം ഞങ്ങളുടെ മേൽ നീട്ടുന്നതിനായി നന്ദി കർത്താവെ. ഈ രാത്രി എല്ലാ മനോദുഃഖങ്ങളും മാറട്ടെ, എല്ലാ സങ്കടങ്ങളും മാറട്ടെ, എല്ലാ ചോദ്യങ്ങളും മാറട്ടെ, എല്ലാ വൈഷമ്യ ഘട്ടങ്ങളും ഈ രാത്രി മാറട്ടെ. കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവം നാളെയും നടത്തുവാൻ പ്രാപ്തനാണെന്ന് കർത്താവെ ഞങ്ങൾ ആഴത്തിൽ വിശ്വസിക്കട്ടെ. രാജ, തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ വിട്ടുതരും. അങ്ങ് ഞങ്ങളെ നന്നായി അറിയുന്നതിനായി സ്തോത്രം. ഞങ്ങളെ മനസ്സിലാക്കുന്നതിനായി നന്ദി. ഞങ്ങൾക്ക് ഉത്തരമിടുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങളെ മാനിക്കുന്ന ദൈവമാകിയാൽ നന്ദി. കർത്താവേ, അങ്ങയുടെ ജനത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് അപ്പാ ഈ രാത്രി വിട്ടു തരികയാ. എന്റെ കർത്താവേ, ഹല്ലേലൂയ, കർത്താവിന്റെ ദാസൻ, കർത്താവിന്റെ ദാസി, കർത്താവ് തലമുറകളെ അപ്പന്റെ കരത്തിലേക്ക് വിട്ടു തരികയാ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇതിന്റെ അകത്തൊരു ലേഡീസ് മീറ്റിംഗ് പോലെ പരിശുദ്ധാത്മാവ് തുടങ്ങും. ഗ്ലോറി ലോർഡ്, ദൈവത്തിന്റെ പദ്ധതിയ അതുരജനകടകരകൽക്കനാദിയ നേരെ ആത്മഹത്യ ചെയ്യുവാൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. പരക്കം പായുന്ന ചിലത് ദൈവത്തിന്റെ വചനം കേട്ട് ഹല്ലേലൂയ വിടുതൽ പ്രാപിക്കുന്ന തലങ്ങളിലേക്ക് ദൈവം ഈ സൂം പ്ലാറ്റ്ഫോമിനെ മാറ്റുമെന്ന് പരിശുദ്ധാത്മാവിനോട് ആലോചന വിളിച്ചു പറയാൻ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ചിലത് വിടുവിക്കപ്പെട്ടു വരത്തക്ക അളവിൽ കൃപയുടെ കരം യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടുമെന്ന് ആത്മാവ് ആലോചന കൈമാറുകയാ. രക്ഷയുടെ അനുഭവത്തിലേക്ക്, യെസ് 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 രക്ഷയുടെ അനുഭവത്തിലേക്ക് ഹല്ലേലൂയ ആത്മാവ് ഹല്ലേലൂയ നമ്മുടെ മീറ്റിങ്ങിനെ മാറ്റും എന്ന് പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാ. അനേകര് രക്ഷ
രക്ഷയുടെ അനുഭവത്തിലേക്ക് വരും. ഹല്ലേലൂയ. അനേകര് സ്നാനപ്പെടത്തക്കയളവിൽ യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ ആ തലങ്ങൾ ആത്മാവ് ഓപ്പണാക്കുന്നെന്ന് പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്നു. ഇതിന്റെ അകത്ത് നിന്ന് ശുശ്രൂഷകര് പുറത്തു വരും. ദൈവപ്രവൃത്തി വെളിപ്പെടും. അത്ഭുതങ്ങൾ ഇതിന്റെ അകത്ത് സംഭവിക്കും. കാത്തിരിപ്പ് യോഗങ്ങൾ യേശുവിന്റെ നാമത്തില് അതിൻ്റെതായ തലങ്ങൾ ഒക്കെ ആത്മാവ് ഓപ്പണാക്കുമെന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയ ചലനങ്ങൾ ദൈവത്തിന് സ്തോത്രം. ജനത്തിന്റെ നടുവിൽ ഹല്ലേലൂയ ആഴത്തിൽ ഇറങ്ങുമെന്ന് ആത്മാവ് ആലോചന കൈമാറുകയാ. കർത്താവേ, തൃക്കരത്തിലേക്ക് ഏൽപ്പിക്കുന്നേ. ഗണദാസനെ, കുടുംബത്തെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മീറ്റിങ്ങിൽ കടന്നു വന്നിരിക്കുന്ന മുഴുവൻ ജനത്തെയും ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുടുംബങ്ങളെ എല്ലാവരെയും അപ്പന്റെ കരത്തിലേക്ക് വിട്ടുതരുന്നു. ആത്മാവിൽ പടപൊരുതി കയറട്ടെ. എല്ലാ സങ്കടങ്ങളും മാറട്ടെ. എല്ലാ നിരാശകളും മാറട്ടെ. അവൻ ഞങ്ങൾക്കായി കരുതുന്നതാകയാൽ ഞങ്ങളുടെ സകല ചിന്താകുലവും അങ്ങയുടെ മേലിട്ടുകൊള്ളുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളെ കൈവിട്ടിട്ടില്ല. അങ്ങ് ഞങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. മുഴുവൻ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം.